നമുക്ക് കേരളത്തിൽ ചെലവ് ചുരുക്കി എങ്ങനെ വീട് വെക്കാം അല്ലേ? കേരളത്തിൽ ഇത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഒരു വീട് വെച്ച ചരിത്രമുണ്ടോ? എനിക്കറിയാം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു രാജശില്പിയാണ്. വെറും 10 ലക്ഷം രൂപ മുതൽ നല്ല അടിപൊളി അടാറ് വീട് വെച്ച് കൊടുക്കുന്ന കേരളത്തിന്റെ സ്വന്തം രാജശില്പി. നമ്മുടെ ലാലേട്ടനൊന്നുമല്ല, ഒരു കൈലാസാണ്. വെറും 10 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു വീട് വെക്കാൻ പറ്റുമോ? 10 ലക്ഷം രൂപയ്ക്ക് വീട് വയ്ക്കാൻ പറ്റും. നല്ല അടിപൊളി അടാറ് വീട് വയ്ക്കാൻ പറ്റും. അപ്പോൾ 10 ലക്ഷം രൂപ മുതൽ വീട് വെച്ച് കൊടുക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന വേറെ ആരും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് വെട്ടുകല്ലും നമ്മുടെ ചെങ്കല്ലും ഒക്കെ വീട് വെച്ചാൽ ഒരുപാട് കോസ്റ്റാണ് നമുക്ക് ഇന്നാവുന്നത്. പക്ഷേ അത്രയൊന്നും കോസ്റ്റ് ആവാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ വീടല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഫ്രണ്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ പോയപ്പോൾ നിങ്ങളെ ഈ വീട് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് കേരളത്തിൽ എങ്ങനെ ചിലവ് കുറച്ച് വീട് വയ്ക്കാൻ പറ്റും എന്നുള്ളതിന് ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാണണം. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വീട് വെച്ച് തരും എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി അടാറ് സൂപ്പർ വീട്. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ, ഒരു രക്ഷയില്ലാത്ത എക്സ്റ്റീരിയർ. കണ്ടില്ലേ? അഫോർഡബിൾ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾ വീട് പണിയാൻ നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടെയാണിത്. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെച്ചാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ കൂടിയാണ്. കാരണം ഇത്ര ചുരുങ്ങിയ ചിലവിൽ വീട് വയ്ക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഇനി പരിചയപ്പെടാൻ പറ്റിയില്ലെന്ന് വരും. കാരണം ഇത്രയും കുറഞ്ഞ കോസ്റ്റിൽ ഇത്രയും നന്നായിട്ട് വീട് ഇത്രയും അടിപൊളി അടാറായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തു തരുന്ന വേറൊരു കോൺട്രാക്ടർ ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും. 2000 രൂപയിൽ താഴെ ഉള്ളൂ സ്ക്വയർ ഫീറ്റ് റേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ബിൽഡറെ കിട്ടാൻ നിങ്ങൾ പാടുപെടേണ്ടി വരുമല്ലേ? അതും ഇത്രയും മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് ബിൽഡ് ചെയ്ത് തരാനായിട്ട്. നമുക്ക് ഹോളോ ബ്രിക്സിലും ചെങ്കല്ലിലും അതുപോലെ വെട്ടുകല്ലിലും വീട് വെച്ച് കൊടുക്കുന്നു. നമ്മുടെ ഇൻറ്റീരിയർ കണ്ടില്ലേ? ഫുള്ള് ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറൊക്കെ പോലെ തന്നെ നന്നായിട്ട് ഡെക്കർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷ്റൂമൊക്കെ എല്ലാം ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട്ടുകാരോട് ചോദിച്ചു നോക്കാം. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കോസ്റ്റിന്റെ കാര്യത്തിൽ ഒരുപാട് വർത്താണ്. കാരണം അവർ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന മേലെയാണ് അവർ തരുന്നത്. 3 നെസസിറ്റി തിങ്സാണ് ആവശ്യമായിട്ട് പറയുന്നത്. ഒന്നാമത് നാച്ചുറൽ ലൈറ്റ് ആയിരിക്കണം വീട്ടിൽ. അപ്പോൾ അവർ അത് ആദ്യം ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഹോളിൽ ഇവിടെ മുകളിലും, അതായത് ഈ സ്റ്റെയർ കയറുന്നിടത്ത് പർഗോളാസ് വെച്ചിട്ട്, അപ്പം ബാക്കിയുള്ള സൈഡിലെല്ലാം വിൻഡോസാണ്. അപ്പോൾ എല്ലാ സൈഡിലും നമുക്ക് നാച്ചുറൽ ലൈറ്റ്, മോർണിംഗ് ഒരു ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ പറയുന്നത്, എനിക്ക് ഗേറ്റ് ഒരു ആൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ സ്ഥലത്തും എനിക്ക് ആക്സസബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു അണ്ണനും ചേച്ചിയാണ്. അപ്പോൾ അവർ ദുബായിലിരുന്നിട്ടാണ് അവർ വീടിൻ്റെ പണി മുഴുവൻ നടത്തിയത്. അപ്പോൾ ഈ പണി ചെയ്തു കൊടുത്തത് ഞാനാണെന്ന് വെച്ചാൽ അല്ല, നമ്മുടെ ഒരു സുഹൃത്താണ്. ഇപ്പോൾ നമ്മുടെ കൈലാസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അനിയനാണ്. അപ്പോൾ പുള്ളിയാണ് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഡിസൈനിങ്ങും ഒക്കെ ചെയ്തത്. നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ആവശ്യം അനുസരിച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്രയും കിടിലമായിട്ട് വീട് ഡിസൈൻ ചെയ്ത് കൊടുത്തത് പുള്ളിയാണ്. അപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ അവൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. 2000 രൂപയ്ക്ക് താഴെ നല്ല അടിപൊളി അടാറായിട്ട് നല്ല കിടു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വീടിനെ വെൽക്കം ചെയ്യാനായിട്ട് ബുദ്ധനുണ്ട്. പിന്നെ തടിയിലാണ് നമ്മുടെ സ്റ്റെപ്പൊക്കെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ അടിപൊളി അടാറാണ്. കണ്ടല്ലേ, ഒരാൾ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഒരു വേറൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പൂർണ്ണമായിട്ടും ലക്ഷറി ലുക്കുള്ള ഈ ഒരു വീട് നമ്മൾ കാണുമ്പോൾ എത്ര കോസ്റ്റാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത്, നമ്മൾ വീട്ടിൽ നമ്മുടെ വൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ അതാ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ നടന്ന് കയറി പോകാൻ പറ്റും. ആ കൂടെ വന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, വൈഫൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹസ്ബൻഡും വൈഫും പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇന്റീരിയർ ഞങ്ങൾ സെപ്പറേറ്റ് അല്ല ചെയ്തത്, ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല, ശരിക്കും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും സർപ്രൈസ്ഡായി. ഇത്രയും എക്സ്പെക്ടേഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അവർ തന്നെ എല്ലാ സപ്പോർട്ടും എല്ലാം ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് വീട് കണ്ടു ശരിക്കും, സ്പെഷ്യലി സ്റ്റെയർ കേസ്, ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടത്തിൽ കണ്ടിട്ടില്ല. കാരണം ആ മുകളിൽ നിന്നുള്ള വ്യൂ താഴോട്ട് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ, അമേസിങ്. ഫുള്ളി ആ മേളിൽ നിന്നിട്ട് താഴെ വരെ നമുക്ക് ആ വ്യൂ കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അതായത് വീട് വയ്ക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർദ്ധിച്ചു വരുന്ന നിർമ്മാണ ചെലവാണ്. അപ്പോൾ അത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന നിർമ്മാണ ചെലവുകൾ എല്ലാം ഒഴിവാക്കി എങ്ങനെ വീട് വയ്ക്കാം എന്നുള്ളതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് കൈലാസ്. കൈലാസ് ഇതിനോടകം 3000-ലധികം വീടുകളാണ് തിരുവനന്തപുരത്ത് മാത്രം വെച്ചു കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുമുണ്ട്. ഈ ചെറുപ്രായത്തിനിടയിൽ ഒരുപാട് വീടുകൾ വെച്ചു കൊടുത്ത ഒരു രാജശില്പി എന്ന് തന്നെ പറയാം.
ചെറുപ്പക്കാരനായിട്ടുള്ള രാജശില്പി. പുള്ളിയെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് പുള്ളി അത് സാധനം ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. വീടിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും നമ്മളെ തിരിഞ്ഞു നോക്കുന്ന ഒരു ബുദ്ധനെ കാണാം. അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട്. എൻ്റെ ഫാദറാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും ഫാദറുണ്ട്. ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് 2 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അച്ഛൻ ഈ ഫീൽഡിൽ ഒരു 25 വർഷമായിട്ട് വീട് വയ്ക്കുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് സൈറ്റ് വരുന്ന കാണുമ്പോൾ തന്നെ ഫുള്ള് അതായത് പഴയ വീടിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ, പിന്നെ സൈറ്റ് ഫുള്ള് എന്താ പറയുക ഫുള്ള് ക്ലിയർ അല്ലായിരുന്നു. പിന്നെ ആദ്യമേ നമ്മൾ സൈഡ് വാൾ അടിച്ചു മണ്ണടിച്ച് ഫില്ല് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുകയും ചെയ്തു. പിന്നെ പ്ലാന് പുള്ളിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ 3D ഡിസൈൻ കൊടുത്തു. ഡിസൈൻ ഓക്കെ ആയി. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പുള്ളി കല്ലിടുന്ന തൊട്ട് നമ്മുടെ സൈറ്റ് കണ്ടിട്ടില്ല. വീട് വന്ന് ആദ്യമായിട്ട് കാണുന്നത് ഒരു പാലുകാച്ചിന് 3 ദിവസം മുമ്പാണ് വന്ന് കാണുന്നത്. എങ്ങനെ ഇവർക്ക് കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വീട് വെച്ച് കൊടുക്കാൻ പറ്റും, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ? അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തടിപ്പണി മുതൽ എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ടുള്ള മേക്കിംഗ് ആണ്. സ്വന്തമായിട്ട് തടിയുടെ യൂണിറ്റ് ഉണ്ട്, എല്ലാത്തിനും പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഹോളോ ബ്രിക്സ് ആയാലും ചെങ്കല്ലായാലും പിന്നെ വെട്ടുകൽ വരെ അവർ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തടിപ്പണിയെല്ലാം അവർ സ്വന്തമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ലേബർ ചാർജസ് ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സകല സാമഗ്രികളും അവർ തന്നെ നിർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ഏറ്റവും ലോ കോസ്റ്റ് EMI എന്ന പോലെ തന്നെ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വീട് വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റ്സുമായിട്ട് മാത്രം കൈലാസിനെ ഒന്ന് ചെന്ന് കണ്ടാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ വിദേശത്താണെങ്കിലും കുഴപ്പമില്ല, തിരിച്ചു വരുമ്പം വീട് റെഡിയായിട്ട് നിങ്ങളുടെ കയ്യിൽ താക്കോൽ കിട്ടും. 10 ലക്ഷം രൂപ മുതൽ വീട് വെച്ച് കൊടുക്കുമെങ്കിലും നമ്മൾ ഈ ഒരു വീടിൻ്റെ കോസ്റ്റ് നമ്മുടെ ചേട്ടനായത് 60 lakhs എബോവ് ആണ്. ഇത് അതിൻ്റെ ഒരു കുന്നുപോലെ ഒരു പ്രദേശം നിരത്തിയിട്ട് അത് നോർമലാക്കിയിട്ട് വീട് വെച്ചുകൊണ്ടാണ് അത്രയും. ഞാൻ എന്തായാലും എൻ്റെ വീടിൻ്റെ പണി ഇവർക്ക് കൊടുത്താലെന്നൊരു ആലോചന പറഞ്ഞുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ RU കൺസ്ട്രക്ഷൻസിൻ്റെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ കൈലാസിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഇടയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൈലാസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്.